ഞങ്ങൾ പഠിച്ചിട്ടുള്ള പാട്ടാ ഇത്. ഞങ്ങൾ പഠിച്ച പാട്ടാ അത്. പുരുഷനിൽ ഒരു നാളും കണ്ണതില്ലെന്തു ചെയ്യാം ചതികളും ഇരുവട്ടിൽ പുരുഷന്മാർ അവർ ശപിക്കും യോഗമെല്ലാം നശിക്കും. അവരൊക്കെ ഫെമിനിസ്റ്റ് ടീംസാണ് ഇവരെല്ലാം. നമ്മളെല്ലാം ചിറ്റപ്പ ചിറ്റപ്പ അത് വിളിച്ച് വിളിച്ചാതെ നമുക്കെന്നാ ഓരോ കട്ടൻ ചരിച്ചേട്ടാ, ഓരോ കട്ടൻ അടിക്കാം. കട്ടൻ എന്നാ പിന്നെ വെള്ളം കൊടുക്കാം. വെള്ളം വെള്ളം കുടിച്ചു. എന്നാ പിന്നെ ചൂടുവെള്ളം കുടിക്കാം. ചൂടുവെള്ളം അടിയാകുമ്പോ ചൂട്. അവള് പോയിട്ടുണ്ട്. മോന്തിനാണ് വീർത്തായിരിക്കുന്നത് കേട്ടാ. സുന്ദരിയുടെ മോന്തിനാണ് വീർത്തായിരിക്കുന്നത്. ഞാൻ അമ്മയ്ക്ക് ചോദിക്കാറുണ്ട്, അമ്മ മാത്രം വെളുക്കും, ഞങ്ങൾ ഈ 6 4 കറുത്തും. ചേട്ടാ കറുപ്പാണ് ഗ്ലാമർ എന്നാ പറയണേ കവികള്. ഏറ്റവും നല്ല ആരോഗ്യവാനായ മനുഷ്യനായിരുന്നു വൈപ്പിള്ളി നാരായണൻ ചേട്ടൻ അല്ലേ അമ്മേ? ഏറ്റവും മിടുക്കനും ആരോഗ്യവാനായ ഗജപോക്കിരി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു, ഈ പുള്ളിന്ന് എന്നെ കെട്ടിയെന്നേ. അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്റെ അപ്പം എന്നോട്. സത്യം പറയാ, പുള്ളിയെ പോലെ സ്നേഹമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. മരിക്കുന്ന ഒരു മനുഷ്യനാ. പുള്ളി എന്നാ സ്നേഹമുള്ള പക്ഷെ അന്നേരെ അമ്മ എന്ത് സുന്ദരിയായിരുന്നറിയോ? അതങ്ങടെ ഉണ്ട്. അമ്മ എന്നാ സുന്ദരിയായിരുന്നു എന്നറിയോ? അതെന്നാ വീണ് പോയ നാരായണച്ചേട്ടൻ ശരിക്കും വീണ് അത് സത്യം പറഞ്ഞാല് ഇതിപ്പോ കറക്റ്റായിട്ട് അറിയാം അല്ലേ? അന്നൊക്കെ ചേട്ടാ എനിക്ക് അന്ന് 10-15 വയസ്സൊക്കെ ഉണ്ട്. മോൻ കഴുകിയിട്ടത്ര ശരിയായി. അത് കുറച്ച് കുടിച്ചാൽ മതി. ഒരു കവള് കുടിച്ചാൽ മതി, മൊത്തം കുടിക്കണ്ട. ഇനിയിപ്പോ പോണ ഒഴിക്കണം. വെള്ളം കുടിക്കണം. കുറച്ച് കുടിച്ചാൽ മതി. ഞാൻ കറിവേപ്പിലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് വെള്ളം എല്ലാം ചെയ്യുന്നത്. വണ്ടിയിൽ കുറെ യാത്ര ചെയ്യാണല്ലോ. നീ ഇടയ്ക്ക് മൂത്രം ഒഴിക്കാനൊക്കെ വെള്ളം എപ്പോഴും കഴിച്ചോ. അമ്മ ഇവിടെ 24 മണിക്കൂർ തിളപ്പിച്ചാറ്റിയ വെള്ളം കാണും. തിളപ്പിച്ചാറ്റിയ വെള്ളം ഇങ്ങനെ. പിന്നെ നമ്മുടെ അവന്റെ വെള്ളം ഉണ്ട് ചേട്ടാ, രഞ്ജിത്തിന്റെ വെള്ളം. അവന്റെ വെള്ളത്തിന്റെ പരിപാടി ഉണ്ടല്ലോ. ഏറ്റവും സൂപ്പർ ഇതാ. ഞങ്ങള് വന്ന വഴിക്കാ നിങ്ങള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇവിടെ ഞങ്ങള് 2 റൗണ്ട് പാട്ട് കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ഉണ്ണിക്കുട്ടനുണ്ട്, ലക്ഷ്മി. കുട്ടിയമ്മ ഇപ്പൊ ചേർത്തോ. ഇപ്പോഴും ആ പഴയ ലക്ഷ്മി കുട്ടി തന്നെയാ. ഞാൻ കുഞ്ഞലക്ഷ്മി എന്നൊക്കെ വിളിക്കും ഇടയ്ക്ക്. ഇതിനകത്ത് നടക്കുന്ന ഒരു സംഖ്യ. കഴിഞ്ഞ മാസം പറഞ്ഞ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ 10 ദിവസം കിടക്കട്ടെ. പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ വിളിച്ചാൽ വരും. പിന്നെ എന്നാലും എല്ലാവർക്കും ഇന്നാള് ഷൈലാമ ഒരു 5 ദിവസം പാട് വന്ന് നിന്നിട്ട് ഒരാഴ്ച നിന്നിട്ട് പോയിട്ട് അവിടെ എല്ലാവർക്കും വരും. ഒരാഴ്ച കഴിഞ്ഞാൽ അവരൊന്നും എല്ലാവരും വിളിച്ച അന്നേരം ഓടി വരും കുഞ്ഞുങ്ങൾ. അതൊക്കെ പക്ഷെ അവരുടെ കാര്യങ്ങൾ അവിടുന്ന് അവിടെ വരെ വരുമോ? ഓരോ പിന്നെ നമ്മള് പറയുമ്പോൾ വിളിച്ചാൽ നിങ്ങൾ ഓടി വരും. പക്ഷേ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, നിസ്സാര കാര്യങ്ങളൊന്നുമല്ല.
നനക്ക് ഏതായാലും ഇങ്ങനെ ഒരു മനസ്സൊന്നും കുഴപ്പമില്ല അമ്മേനെ എന്റെ ചേട്ടായി നമ്മൾ ഈ ലോകത്ത് ഒന്നും കൊണ്ടുപോകാനില്ല ഈ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വസ്ത്രം മേടിച്ച് വെച്ച് കുറെ ഇത് ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മളെല്ലാരും ഒന്നും കൊണ്ടുപോയില്ല. ഇന്നത്തെ കാലത്ത് ആരും വരില്ല. പിന്നെ ഈ സ്ഥലം ഏപ്പച്ചൻ അപ്പൊ ചേട്ടായി മരിച്ചു പോയി. അല്ല മനസ്സിലായി അതിന്റെ മതിയാണ് അതെ ഇതൊക്കെ പുള്ളിയാ ഇത് കംപ്ലീറ്റ് ചേട്ടായി നോക്കി. മമ്മി വണ്ണം കുറച്ചാണ് ആളുകളും താമസം. വണ്ണം കുറച്ച് പിന്നെ ആ കപ്പേരുടെ സ്ഥലം പിടിയാ വിലക്ക് ഇവരാരും വരികയില്ല. പിടിയാ വിലക്ക് ഇവര് ഏതെങ്കിലും സിബന്ധിക്കാര് മുഖേന കച്ചവടം നടക്കും. അത് തന്നെ ആ പറമ്പിൽ 10-15 ലക്ഷം രൂപ തടിയുണ്ടായി. ഇവിടെ ആരെയും ബന്ധപ്പെടുത്തിയില്ലല്ലോ. ഇത്രയും നാള് നടക്കാനും തന്നെത്താൻ അവനവന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഭാഗ്യം തന്നതിന് അവരുടെ രീതി ക്ഷേമചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ നിൽക്കണം. എനിക്ക് ഞാൻ പറയാം നമ്മളൊരാൾ ഡിപ്പെൻഡ് ചെയ്ത ഒരാൾ നമുക്ക് സ്നേഹം എന്ന് കൊടുക്കും. സത്യമാണ് ഒരു നാളെ ഇവരെല്ലാം പറയും നമ്മൾ അടിച്ചോണ്ട് പോകും. നമുക്ക് നമ്മുടെ വഴി അതിനകത്ത് യാതൊരു സംശയമില്ല അതേ സത്യം പറഞ്ഞാൽ ജീവിച്ച് ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി സാധാരണക്കാർക്ക് ഒത്തിരി എല്ലാരെയും കെട്ടിച്ചു. ഇന്നും ആ വഴിക്കൂടെ പോകുന്ന ഒരു നൊമ്പരാണ്. സത്യമാണ് അതിന് ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം നമ്മുടെ ആയുസ് തീരുമ്പോൾ എന്തെങ്കിലും അത്രേ ഉള്ളൂ ഇപ്പൊ ഇപ്പൊ കുഴപ്പം കൊണ്ട് അവന് അമേരിക്കയിൽ കിടന്ന് അതിന് ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ചേട്ടായി വീഡിയോ വെച്ചിരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞത് കൂട്ടായിട്ട് കിടന്ന സ്ഥലമാണ്. ചേട്ടായിക്ക് ഒരു 14 സെന്റ് വല്യമ്മ എടുത്തിരുന്നത് അന്ന് കൂട്ടായിട്ട് കിടന്നു. 14 സെന്റ് കിടക്കുന്ന എക്സ്ചേഞ്ചിന്റെ അവിടെ ഞാനിപ്പോ പെര വെച്ചില്ല, അതിന് താഴെയാണ്. അപ്പൊ ചേച്ചി എന്നോട് വന്നെന്ന് ചോദിച്ചു, സൽമാനെ എനിക്ക് വീട് വെക്കണം. എടാ എവിടെയാ വെച്ചു? ഞാൻ ചേച്ചിക്ക് ഇഷ്ടമുള്ളടത്ത് വെച്ചു. അങ്ങനെ പുള്ളിക്കാരത്തി എന്നോട് വെച്ചാ ചേട്ടന്റെ പേരിലല്ല സ്ഥലം അന്ന്. പക്ഷെ ഇപ്പൊ അത് നടക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പേരിലല്ലാതെ അന്ന് 14 സെന്റ് കിടക്കുന്ന എന്റെ വീടിന് താഴത്തെ സൈഡിലാണ്. ചേച്ചി ഇഷ്ടമാണ് കണ്ടായ സ്ഥലത്ത് വീട് വെച്ചു. ആയിക്കോട്ടെ, ഇപ്പൊ അത് നടക്കും. നമ്മള് ചെയ്യാതെ പിന്നെ ആർക്കാടാ ഇന്നൊരു കുഴപ്പമില്ല.